ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ കൂടുതൽ തെളിവുകൾ രംഗത്ത് വരുന്നു. 2006 ചേർത്തല SI ആയിരുന്ന സമയത്തെ മർദ്ദന വിവരം വെളിപ്പെടുത്തി മുൻ സൈനികനും രംഗത്ത് വന്നു. ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ചാണ് മർദ്ദിച്ചതെന്ന് വെളിപ്പെടുത്തൽ. ഈ പരാതിയിൽ കോടതി മധുവിനെ ബാബുവിനെ ശിക്ഷിച്ചിട്ടും വകുപ്പ് തല നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് സൈനികന്റെ പരാതി. പരാതിയുടെ രേഖകൾ 24-ന്. 2006 ജനുവരി 1-ാം തീയതി രാവിലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും 7 മാസം പ്രായമുണ്ട് അന്ന് മോനും കൂടി ഞങ്ങൾ ചേർത്തല സ്റ്റേഷനിലോട്ട് ചെന്നു. എന്നെ കണ്ട ഉടനെ പുള്ളി കസേരയിൽ ഇരിക്കുമായിരുന്നു. ഈ മധുബാബു കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് അപ്പം തന്നെ എൻ്റെ 2 കോളറിലും കുത്തിപ്പിടിച്ച്, എന്താണ് പൈസ കൊടുക്കാത്തതെന്നും പിടിച്ചിട്ട് എന്നെ ഏകദേശം ഒരു 2 കോളറിലും കൂടി പിടിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. റാഫി കരീം വിവരങ്ങളുമായി ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്, പറയൂ. മധു ബാബുവിനെതിരെ കൂടുതൽ പരാതികളാണ് രംഗത്ത് വരുന്നത്. 2006 ഈ സൈനികനെ മധു ബാബു ചേർത്തല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ചേർത്തലയിൽ അന്ന് SI ആയിരുന്നു മധു ബാബു. സർവീസിൽ കയറിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. 2006 ജനുവരി 1-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലകത്ത് വെച്ച് എന്നുള്ളതാണ് ഈ മുൻ സൈനികൻ 24-നോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സ്റ്റേഷനിൽ വെച്ച് ഭാര്യയുടെയും മകൻ്റെയും മുന്നിൽ വെച്ചായിരുന്നു മധു ബാബുവിൽ നിന്നുള്ള ക്രൂരമർദ്ദനം ഇയാൾക്ക് ഏൽക്കേണ്ടി വന്നത്. പിന്നീട് ഇയാളെ ഉടൻ തന്നെ അവിടുത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 3 ദിവസമാണ് ഈ മധു ബാബുവിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഈ സൈനികൻ ആശുപത്രിയിൽ കഴിഞ്ഞത്. തുടർന്ന് 2006 ജനുവരി 6-ാം തീയതി ഇയാൾ ചേർത്തല കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി മധു ബാബുവിനെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മധു ബാബുവിനെ കോടതി ശിക്ഷിച്ചിട്ടും വകുപ്പ് തലത്തിൽ ഒരു നടപടിയും മധു ബാബുവിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സൈനികൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലടക്കം പലതരത്തിൽ പരാതി നൽകിയിട്ടും പോലീസും ഒരു തരത്തിലുള്ള നടപടിയും ഈ മധു ബാബുവിൻ്റെ മർദ്ദന വിഷയത്തിൽ എടുത്തില്ല എന്നും സൈനികൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ കാലയളവിലെല്ലാം മധു ബാബുവിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ മറ്റൊരു പരാതി പുറത്തു വന്നിരുന്നു. 2005 സിദ്ധാർത്ഥൻ എന്നൊരു വ്യക്തിയെയും മധു ബാബു ഈ നിലയിൽ ചേർത്തലയിൽ SI ആയിരുന്ന സമയത്ത് മർദ്ദിച്ചതായുള്ള വിവരങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നത്. സിദ്ധാർത്ഥനും ക്രൂരമായ മർദ്ദനമാണ് മധു ബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും DYSP മധു ബാബുവിനെതിരെ നിരവധി പരാതികളാണ് ഈ കസ്റ്റഡി മർദ്ദനവുമായി നിലവിൽ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.